الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهم. بارك الله فيك. ما شاء الله تقبل الله. الله സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിൻ്റെ മലർവാടിയിൽ നമുക്കൊരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയതുപോലെ നാളെ അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലും അർശിൻ്റെ തണലിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു ഷംസ് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണ്. അൽഹംദുലില്ലാഹ് സൂറത്തു ഷംസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. ഷംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ എന്ന പേരിൽ ഒരധ്യായം ഇറക്കിയിരിക്കുക. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു അധ്യായം നൽകിയത്? പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഏതാണ്ട് 31 സ്ഥലങ്ങളിൽ സൂര്യനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അളമത്തും അവൻ്റെ ഖുദ്റത്തും അവൻ്റെ കിബ്രിയാവും അവൻ്റെ വളർമയും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സാമ്പിളാണ് സൂര്യൻ. അള്ളാഹുവിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ, വിശാലമായ പ്രപഞ്ചം, അതിൻ്റെ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ച്, സൃഷ്ടികളെക്കുറിച്ച് എത്രത്തോളം അവൻ ആഴത്തിൽ ഒരു അടിമ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും, അത്രത്തോളം അള്ളാഹുവിൻ്റെ മഹത്വം എൻ്റെ ഹൃദയത്തിലേക്ക് വരും. അള്ളാഹുവിൻ്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മഹത്വം ഹൃദയത്തിലേക്ക് വരുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വവും അളമത്തും ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും ഹൗഫും ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ വലിപ്പവും വളർമയും എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമോ അത്രത്തോളം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ജീവാർപ്പണം ചെയ്യുന്നതിന് തയ്യാറാവും, സന്നദ്ധരാകും. ലോകത്തുള്ള സർവ്വചരാചരങ്ങൾ, സൃഷ്ടികൾ, അവരെക്കുറിച്ചുള്ള അളമത്ത് മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവരെക്കുറിച്ചുള്ള പേടി ഹൃദയത്തിൽ നിന്ന് പോകും. എപ്പോഴും അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ വിശാലമായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഒന്നാം ആകാശത്തിൻ്റെ താഴെയുള്ള താരാപഥങ്ങൾ, സൗരയൂഥം, അതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണ്ടുപിടുത്തം, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ കണ്ടുപിടുത്തത്തിൽ ഇതിൻ്റെ വിശദമായ ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. നമ്മളുടെ ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി, 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ. ആ സൂര്യൻ എന്ന് പറയുന്നത് 30,000 മില്യൺ, ഒരു മില്യൺ എത്രയാണ്? 10 ലക്ഷം. 30,000 മില്യൺ അടങ്ങുന്ന സൗരയൂഥ കുടുംബത്തിലെ ഒരു അംഗം മാത്രമാണ് ഇത്. സുബ്ഹാനല്ലാഹ്. 30,000. ഇത് കുറച്ച് മുമ്പുള്ള പഠനമാണ്, വീണ്ടും ഇപ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 30,000 മില്യൺ നക്ഷത്ര കൂട്ടങ്ങൾ ആ സൗരയൂഥ കുടുംബത്തിലെ ഒരു അംഗം മാത്രമാണിത്. ആ സൂര്യൻ തന്നെ നമ്മൾ താമസിക്കുന്ന ഭൂമി, ആ ഭൂമിയുടെ എത്ര വലിപ്പമാണ്? 13 ലക്ഷം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശാസ്ത്ര കണ്ടുപിടുത്തം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ റിസർച്ചിലാണ് സൂര്യനേക്കാൾ
എത്രയോ വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. ഏറ്റവും വലിപ്പമുള്ള സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പമുള്ള സൂര്യൻ മിഥുന എന്ന് പറയുന്ന സൂര്യൻ നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് പറയപ്പെടുന്നത് സൂര്യനേക്കാൾ 25 മില്യൺ സൂര്യനേക്കാൾ 25 മില്യൺ വലിപ്പം കൂടുതലാണ്. ആലോചിച്ച് നോക്കിയേ. വേറെ ചില റിസർച്ചുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന് വരുന്നത് സൗരയൂഥത്തിലെ മൊത്തം അംഗങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടി ഒരു ഏകദേശ കണക്ക് പറയുന്നത് അറിയാം. 2 എന്ന സംഖ്യയോടൊപ്പം 2 എന്ന സംഖ്യയോടൊപ്പം 24 പൂജ്യം ചേർത്ത് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ് 2 എന്ന സംഖ്യയോടൊപ്പം 24 പൂജ്യം ചേർത്ത് വെച്ചാൽ എത്ര ഉണ്ടാവുമോ അത്രത്തോളം താരാപഥങ്ങൾ നിറഞ്ഞതാണ് സൗരയൂഥം. അതിൽപ്പെട്ട ഒരാള് മാത്രമാണ് ഷംസ്. വശംസി വദുഹാഹ വശംസി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2000 കോടി 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 നമ്മൾ കണക്ക് നമ്മൾ പറയേണ്ടി വരും. ആലോചിച്ച് നോക്കിയേ. അല്ലാഹ് ഇതിന്റെ സൃഷ്ടാവാരാണ്? ഖാലിഖു ഷംസായ അള്ളാഹു ഇത്ര വിശാലമായി വരുന്ന കോടിക്കണക്കിന് വരുന്ന സൗരയൂഥത്തില് അതിൽ ഒരംഗമായ ഷംസിനെ കുറിച്ച് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ആ ഷംസിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഈ ഒരു ഷംസിനെ ഞാൻ എന്തിനാ പറയുന്നതെന്ന് അറിയാവോ? ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അടിമകളെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രകാശം തരുന്നത് ഈ ഷംസാണ്. ഈ ഷംസ്, ഈ സൂര്യന്റെ പ്രകാശം നിങ്ങൾക്കില്ല, ഈ ഭൂമിയിൽ ഒരു സൃഷ്ടിജാലങ്ങളും ഉണ്ടാവുകയില്ല, ഭൂമിയിൽ ഒരു സസ്യങ്ങളും മുളയ്ക്കുകയില്ല. മനുഷ്യന്റെ വളർച്ചയും ജനനവും അവന്റെ എല്ലാം ഷംസുമായിട്ട്, സൂര്യന്റെ പ്രകാശവുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്, അല്ലേ? സൂര്യന്റെ ഉദയത്തിലൂടെ പകല് കിട്ടുന്നു, സൂര്യന്റെ അസ്തമയത്തിലൂടെ രാത്രി കിട്ടുന്നു, അല്ലേ? രാത്രിയും പകലും മനുഷ്യന് ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പകലിനെ മനുഷ്യന് ഉപജീവനത്തിന് വേണ്ടി അള്ളാഹു നൽകിയിരിക്കുകയാണ്. ജഅൽന അൻ-നഹാറ മആശ ജഅൽന അൽ-ലൈല ലിബാസ. പ്രിയമുള്ളവരെ, ഈ സൂര്യനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയാവോ? ഇത് എത്രത്തോളം അനുസരണയുള്ളതാണെന്ന് പറഞ്ഞാൽ, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഈ സൂര്യനുണ്ടല്ലോ, അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചതിന്റെ ലക്ഷ്യത്തിലേക്ക്, അതിന്റെ താവളത്തിലേക്ക് പോവുകയാണ്, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സർവജ്ഞനായ പ്രതാപശാലിയായ പടച്ചവൻ നിശ്ചയിച്ചു കൊടുത്ത റൂട്ടിലൂടെ. ഇത്ര അനുസരണയാണത്. മനുഷ്യ, നീയാണോ യഥാർത്ഥ മുസ്ലിം? അതാണ് ഏറ്റവും വലിയ മുസ്ലിം. ഈ താരാപഥങ്ങളിൽപ്പെട്ട ഒരു സൂര്യനെ കുറിച്ച്, അതിന്റെ വലിപ്പം, അതിന്റെ പ്രകാശം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ 15 മില്യൺ, അതായത് 15 കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുകയാണ് ഈ സൂര്യൻ. അവിടെ നിന്നുള്ള പ്രകാശം ഒരല്പം, ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, ഒരല്പം താഴോട്ട് വന്നാൽ ചൂട് കൂടി ലോകം മുഴുവൻ വെന്തുരുകിപ്പോകും. നമ്മുടെ നാട്ടിലൊക്കെ ചൂട് കാരണം, ഇപ്പം തന്നെ ഇവിടെ തന്നെ കൊയ്ത്തിലും ചൂട് കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ചൂട് തുടങ്ങിക്കഴിഞ്ഞു, സമ്മർദ്ദം തുടങ്ങിക്കഴിഞ്ഞു. അവരല്പം മുകളിലേക്ക് പോയാലോ ലോകം മുഴുവൻ എന്തായി പോവും? തണുത്തുറഞ്ഞു പോകും. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഈ സൂര്യൻ എന്തോ ഭയങ്കര ശക്തിയാണെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇതിനെ ആരാധിക്കുന്നു. അള്ളാഹു പറയാണ്, ഇതിന്റെ ഖാലിഖ് ഞാനാണ് കേട്ടോ. വശംസി വദുഹാഹ. സൂര്യനെ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു പറയാണ്, ഇതിന്റെ ഖാലിഖ് ഞാനാണ്, ഇതിന്റെ ഖാലിഖ് ഞാൻ. ഇത് മാത്രമല്ല, ഈ സൗരയൂഥത്തിലെ കോടിക്കണക്കിന് വരുന്ന മുഴുവൻ നക്ഷത്ര വ്യൂഹങ്ങളുടെയും ഖാലിഖ് ഞാനാണ്. ഖാലിഖായ എന്നെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ആരാധിക്കാം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സൂര്യനെ കണ്ട് നമ്രൂദായിട്ടുള്ള സംവാദം നിങ്ങൾക്കറിയാമല്ലോ. വിശദമായ നിലയിൽ വരുന്നുണ്ട്, അല്ലേ, ഖുർആനിൽ. അപ്പൊ സൂര്യൻ ഇങ്ങനെ കണ്ടപ്പം ശംസിനെ കണ്ടു. ബാരിസ ഖാല ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അത് സൂര്യൻ അസ്തമിച്ചു പോയപ്പോ പറയും, അസ്തമിക്കുന്നതിനെ ഞാൻ ആരാധിക്കത്തില്ല. ഫലമ്മ അഫലത് ഖാല യാ ഖൗമി,
ഇന്നി ബരി ഹാദാ റബ്ബി ഹാദാ അക്ബർ, എന്റെ വലിയ റബ്ബാണെന്ന് പറഞ്ഞു. പക്ഷേ ഫലമ്മ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. അതേ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലെ? പിന്നെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പിന്നെ അവസാനം സൂര്യൻ. വലിയ എന്തിനാ ബാക്കി നക്ഷത്രങ്ങളെ കുറിച്ചൊന്നും പറയാൻ എന്താ? കാരണം മനുഷ്യൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഏതാണ്? ഈ സൂര്യന്റെയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു പാഠം എന്താണ്? എത്ര വിനയാന്വിതനാണ് ഈ സൂര്യൻ. അതിന് അഹങ്കാരമില്ല, എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ അഹങ്കാരമില്ല. അത് അള്ളാഹുവിന്റെ അനുസരണയിലായിട്ട് സഞ്ചരിക്കുകയാണ്, അള്ളാഹുവിന്റെ സുജൂദിലാണ്. എത്രത്തോളം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല പറഞ്ഞു, അലം തറ അന്നല്ലാഹ്, അലം തറ നീ കാണുന്നില്ല, അന്നല്ലാഹ് തീർച്ചയായിട്ടും അല്ലാഹ് യസ്ജുദു ലഹു അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നു, മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ് ആകാശഭൂമികളുള്ള സർവ്വചരാചരങ്ങളും അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. വശംസു വശംസു സൂര്യനും വൽ ഖമർ ചന്ദ്രനും വൻ നുജൂം വൽ ജിബാൽ, അല്ലേ? എല്ലാം അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുജൂദിലാണ്. പറയപ്പെടുന്നുണ്ട് സൂര്യന്റെ സഞ്ചാരം അതെങ്ങോട്ടാ പോകുന്നത്? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സുജൂദിൽ വീഴാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് സുജൂദ് ചെയ്യാൻ പോവുകയാണ്. ഒരു ദിവസം വരും, മതി നീ പോകണ്ട, ഇനി ഉദിക്കണ്ട എന്ന് പറയും. അതോടുകൂടി ലോകത്തിന്റെ അവസാനമാണ്. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ, സൂര്യനെ കൊണ്ട് സത്യം, ഇദാ ളുഹാഹ അതിന്റെ വെളിച്ചത്തെ കൊണ്ട്. ളുഹായുടെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയം, എല്ലാവരും അവരുടെ ഉപജീവനം തേടിപ്പോകുന്ന സമയമാണ്. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, ഫضലുകൾ എവിടെയൊക്കെ കിടക്കുന്നു, തേടിപ്പോകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്തുള്ള നമസ്കാരത്തിനും സുന്നത്തല്ലേ പറഞ്ഞ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, പകൽ തുടങ്ങിക്കഴിഞ്ഞാലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരമാണ്. ഏത്? ളുഹാ നമസ്കാരം. അതിനു മുമ്പുള്ള ഫജ്ർ, അതുപോലെ തന്നെ ഫജ്റിന്റെ സമയവും അതിനു മുമ്പുള്ള സുന്നത്തിനൊക്കെ വലിയ പ്രാധാന്യമാണ്. ഫജ്റിന് ശേഷമുള്ള സമയം, സൂര്യൻ ഉദിക്കുന്ന ഇഷ്റാഖ് വരെയുള്ള സമയവും വളരെ പ്രധാനപ്പെട്ട തസ്ബീഹിന്റെ സമയമാണ്, അല്ലേ? ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹ, തുലൂഇ ശംസിന് സൂര്യൻ ഉദിക്കുന്നതിനും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിനും മുമ്പുള്ള സമയം തസ്ബീഹിന്റെ സമയമാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹു സുജൂദ് ചെയ്ത് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പ്രപഞ്ചത്തിൽ അല്ലാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷെ നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമേ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഈ പറഞ്ഞ താരാപഥങ്ങൾ ഇതിന്റെയൊക്കെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് വലിപ്പമുള്ളത്? ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമുള്ളതാണ് സൂര്യൻ. അതും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം വരും, അള്ളാഹ് പറഞ്ഞു, ഈ സൂര്യനും ഈ താരാപഥങ്ങളെല്ലാം തകർക്കപ്പെടുന്ന ഒരു ദിവസം, അണഞ്ഞു പോകുന്ന, നശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. അവിടെയും അള്ളാഹു സൂര്യനെ ആദ്യം പറഞ്ഞു, ഇദശംസു സൂറത്ത് തക്വീർ, ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂഷു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവ്വിജത് വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഈ സൂര്യൻ ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമുള്ള ഈ സൂര്യൻ ഉണ്ടല്ലോ, ഒരു ദിവസം തകർന്ന് നരിപ്പണമാവും. അതിന്റെ പ്രകാശം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദിവസം. പ്രിയമുള്ളവരെ, ഈ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ഉയർന്നു വീഴും. ഇതൊക്കെ ജഹന്നമിന്റെ ഭാഗമായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സൂര്യനെ അള്ളാഹു ഒരിക്കൽ കൂടെ കൊണ്ട് ഉദിപ്പിക്കുമ്പോൾ നാളെ മഹ്ശറാവൻ സഭയിൽ ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് 15 കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന സൂര്യൻ, അല്ലേ? ഈ സൂര്യൻ നാളെ 1 മൈൽ മുകളിൽ വരും. ഇപ്പം തന്നെ മനുഷ്യന് ഇത്ര കോടിക്കണക്കിന് മൈലുകൾ അപ്പുറം നിൽക്കുന്ന സൂര്യന്റെ താപം സഹിക്കാൻ കഴിയുന്നില്ല. നാളെ പരലോകത്ത് എന്ത് ചെയ്യും? ഈ സൂര്യനെ 1 മൈൽ മുകളിൽ നിർത്തും. മനുഷ്യന്റെ പാപത്തിന്റെ കടുപ്പം അനുസരിച്ച് അവൻ വിയർക്കും. ചിലരുടെ വിയർപ്പ് അവന്റെ കഅബയിൽ എവിടം വരെ? അത്രയും പാപങ്ങളേ ഉള്ളൂ. മഹ്ശറിന്റെ വിചാരണയിൽ നിൽക്കുവാണ്. കഅബയിൽ വരെ, എവിടം വരെ? നിര്യാണി വരെ. ചിലർക്ക് തണ്ടങ്കാല് വരെ വിയർപ്പിൽ കുളിച്ച് നിൽക്കും. ചിലർക്ക് മുട്ട് വരെ,
ചിലർക്ക് അര വരെ വീർപ്പിലായിരിക്കും, ചിലർക്ക് നെഞ്ചു വരെ, ചിലർക്ക് കഴുത്ത് വരെ വിയർപ്പിനകത്ത് അവന്റെ പാപങ്ങളുടെ കടുപ്പം അനുസരിച്ച് വിചാരണയിൽ നിൽക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ വിചാരണയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സൂര്യനെയും ഈ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ പറയപ്പെടുന്നുണ്ട് മുക്കവ്വറത്താനി ഫീ ജാരി ജഹന്നം, ജഹന്നമിന്റെ ഭാഗം. അവിടെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല. എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വ തആല ജഹന്നമിന്റെ ഭാഗമാക്കുന്ന സൂര്യനെയും നക്ഷത്രങ്ങളെയും? ഈ സൂര്യനെ ആരാധിച്ച് നടന്നവർക്കൊരു പാഠം കൊടുക്കണം. നിങ്ങൾ ആരാധിച്ച വസ്തുക്കൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇതാണ് കല്ലുകളെ ആരാധിച്ചില്ലേ, ഇതാ കല്ലുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സൂര്യനെ ആരാധിച്ചില്ലേ, നോക്ക് ഇതാ സൂര്യൻ നിങ്ങളുടെ കൂടെ തന്നെ കിടന്ന് എരിയുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ, സഞ്ചരിച്ചുകൊണ്ട് നിത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനെയും ഒക്കെ അള്ളാഹു കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. മുസഖറാണ്, കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ശംസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ള നല്ലൊരു അവസരമാണല്ലേ. നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ തന്നെ 13 ലക്ഷം മടക്കും വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യനും അള്ളാഹുവിന്റെ അനുസരണയിലാട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാപഥങ്ങൾ മുഴുവൻ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അതിന് നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നീന്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയും ഒരു എന്തില്ല, എവിടെയും ഒരു സംഘട്ടനങ്ങളില്ല അല്ലേ. അള്ളാഹു പറഞ്ഞ എന്താ, വർഷം സജ്രിയിൽ മുസ്തഖറിൽ ദാലിക തഖ്ദീറുൽ അസീസിൽ വൽ ഖമറ ഖദ്ദർനാഹ മനാസില ഹത്താ ആദ കൽ ഉർജൂനുൽ ഖദീം. ചന്ദ്രനുണ്ടല്ലോ, അതിന് ചില ഭവനങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു, അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ അതിന്റെ കറക്കം എന്ന് പറയുന്നത് ദിവസക്കറക്കമുണ്ട്, ഒരു മാസക്കറക്കമുണ്ട്, ഒരു വർഷക്കണക്ക് കറക്കമുണ്ട് അല്ലേ. അതിലൂടെ ദിവസക്കറക്കത്തിലൂടെ ദിവസങ്ങൾ ഉണ്ടാകുന്നത്, മാസക്കറക്കത്തിലുള്ള മാസം അല്ലേ. ഇംഗ്ലീഷ് മാസം വരുന്നത് എങ്ങനെയാണ്? വർഷക്കണക്ക് 365 ദിവസം, അതിലൂടെയാണ് സൂര്യവർഷം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് വർഷം. എന്നാൽ ചന്ദ്രമാസത്തിലെ കടച്ച് നോക്കുമ്പോഴത്തേക്കും വീണ്ടും അതിന്റെ എന്താണ്, അത്രയും കൂടുന്നില്ല. 30-നും 29-ന്റെയും 30-ന്റെയും ഇടയിൽ നിൽക്കുകയാണ് അല്ലേ. നമ്മൾ മൊത്തത്തിൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചന്ദ്രകണക്കിന്റെ വർഷം മൊത്തത്തിൽ നോക്കുമ്പോൾ കൂടി. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലേ, പിന്നെ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, അവര് 300 വർഷം അവർ താമസിച്ചു ഗുഹയിൽ. അത് ഏത് വർഷക്കണക്കാണ്? മുഫസ്സിരീങ്ങൾ പറയുന്നത് അത് സൂര്യവർഷക്കണക്കനുസരിച്ചാണ്. വീണ്ടും ഒരു 9 കൂടെ താമസിച്ചു. അപ്പൊ 309 ആകണമെങ്കിൽ ചന്ദ്രവർഷ കണക്കനുസരിച്ചാണ് അല്ലേ. അപ്പം ചന്ദ്രൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതും സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും പ്രകാശം ഏറ്റെടുക്കുന്നതാണ് ചന്ദ്രൻ, സൂര്യന്റെ പ്രകാശം. അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ എന്താണ്, വജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറ. ഖുർആനിൽ പറഞ്ഞ എന്താണ്, സൂര്യനെ അല്ലാഹു തആല വെളിച്ചമാക്കി, വൽ ഖമറ നൂറ, ഖമറിനെ നൂറാക്കി, പ്രകാശമാക്കി. സൂര്യനിൽ നിന്ന് കിട്ടുന്ന മുസ്തംബത്താണ് പ്രകാശം, അതാണ് വെളിച്ചമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ അത് ഒരു ചന്ദ്രന്റെ വെളിച്ചം, അത് മനസ്സിന് സമാധാനമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മള് പിന്നെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബലദിന് ശേഷമാണ് സൂറത്തുൽ ശംസിനെ പറഞ്ഞത് അല്ലേ. ബലദിന് ശേഷം ഷംസ്. ബലദ് എന്ന് വെച്ചാൽ നാടുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാണ്? മക്കയാണ്. അതിനുശേഷം ഷംസ് പറഞ്ഞു. ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മക്കയ്ക്ക് ബലദിന് ശേഷം ഷംസ് പറഞ്ഞ എന്താ, ലോകത്തിന്റെ ഷംസാണ് മക്ക, ലോകത്തിന്റെ സൂര്യനാണ് മക്ക. എന്ന് വെച്ചാൽ ആ മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബ ഷരീഫിനെ ലോക വിശ്വാസികളുടെ, സത്യവിശ്വാസികളുടെ മുഴുവൻ അഭയകേന്ദ്രമാക്കി മാറ്റി. തഹ്വീ ഇലൈഹിം അൻഫുസുഹും, എല്ലാ വിശ്വാസികളുടെയും മനസ്സ് അട്രാക്ട് ചെയ്യുന്ന അങ്ങോട്ടാണ്. സർവശക്തനായ അള്ളാഹുവിന്റെ ഭവനമാണ്. അവിടെയാണ് ഷംസാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷംസാണ്, ഖുർആന്റെ വെളിച്ചമാണ്, ലോകത്തിന് മുഴുവൻ ളിയാ ആണ്, പ്രകാശമാണ്. ആ ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? മക്കയിലാണ് അല്ലേ. വശംസി വദുഹാഹ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, വശംസി വദുഹാഹ, സൂര്യനെ കൊണ്ട് സത്യം, വദുഹാഹ അതിന്റെ വെളിച്ചം, അതിന്റെ പ്രകാശത്തെ കൊണ്ട്. പിന്നെന്താണ്? വൽഖമരി ഇദാ തലാഹ, ചന്ദ്രനെ കൊണ്ട് സത്യം, ഇദാ തലാഹ അത് പിന്തുടരുന്ന സമയം. ചന്ദ്രന്റെ ജോലി എന്ന് പറഞ്ഞാൽ സൂര്യന് മുൻകിടക്കാൻ പാടില്ല, അതിന്റെ പുറകിൽ പോയിക്കൊള്ളണം. അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. അതിന്റെ പ്രകാശം ഏറ്റെടുക്കുകയാണ്, സൂര്യന്റെ പ്രകാശം അല്ലേ.
അള്ളാഹു സൂര്യനുമായിട്ട് അടുത്ത് കഴിയുന്നതിന്റെ പേരിൽ അതിന്റെ പ്രകാശം കിട്ടും. ഒരു വിശ്വാസി അതിന്റെ ഖാലിക്കായ അള്ളാഹുമായിട്ട് എത്രത്തോളം തലാഹ, അവൻ അള്ളാഹുവിനെ ഫോളോ ചെയ്യുക, എത്രത്തോളം അള്ളാഹുവിന്റെ പ്രകാശം കിട്ടും. ഖുർആൻ തല എന്നുള്ള പദത്തിൽ നിന്നാണ് തിലാവത്ത് വന്നിരിക്കുന്നത്. റെസിറ്റേഷൻ, പാരായണം ചെയ്യുക, തിലാവത്ത് അല്ലെ. ഒരു വിശ്വാസി ഷംസാകുന്ന ഖുർആന് എത്രത്തോളം ഒരു അടിമ അവന്റെ തിലാവത്ത് തല അവനെ ഫോളോ ചെയ്യുമോ അത്രത്തോളം ഖുർആനിന്റെ പ്രകാശം എന്ത് ചെയ്യും? ഷംസ റിയാൽ ഖമർ എന്നൂർ, ആ പ്രകാശം അവന് കിട്ടും അല്ലെ. ഖുർആനിനെ ഫോളോ ചെയ്യുന്ന സമയം തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുകയാണ്. അത് ഓതൽ മാത്രമല്ല, അവന്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. അതിനുവേണ്ടിയല്ലേ സഹോദരങ്ങളെ നമ്മൾ തഫ്സീർ പഠിക്കുന്നത്? എന്താ? ഖുർആനെ മനസ്സിലാക്കാൻ വേണ്ടി. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഖുർആനൊന്നും തിലാവത്ത് എന്ന് വെച്ചാൽ നോക്കി ഓതുന്നതിനാ തിലാവത്ത്. അങ്ങനല്ല. യഥാർത്ഥത്തിൽ തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ആണ്. അതിനെ ഓതാൻ പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അല്ലേ. പിന്നെ ഇദാ തലാഹ, അടുത്തത് വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. പറഞ്ഞേ, വന്നഹാരി ഇദാ ജല്ലാഹ, പകലിനെ കൊണ്ട് സത്യം. ഇദാ ജല്ലാഹ, അത് പ്രകാശിപ്പിക്കുന്ന സമയം. പ്രസിദ്ധമായ ഖുർആൻ ഷരീഫിൽ സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, വല്ലറൈതും ഇൻ ജഅലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു, നിങ്ങളെന്ന് പറഞ്ഞേ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് പകല് മാത്രം നൽകി, രാത്രി തന്നില്ല, എന്തായിരിക്കും അവസ്ഥ? വല്ലറൈതും ഇൻ ജഅലല്ലാഹു അലൈക്കും നഹാറ, സർമദ, തുടർച്ചയായിട്ട് പകല് മാത്രം, രാത്രിയില്ല. യഅ്തീകും ബിലൈൽ, നിങ്ങൾക്ക് ലൈൽ കൊണ്ട് തരുന്നത് ആരാണ്? ആ ഇലാഹ് എന്ന് വേറുള്ളൂ, അള്ളാഹ് അല്ലാത്ത വേറെ ഇലാഹ് നിങ്ങളുണ്ടോ കൊണ്ട് തരാൻ വേണ്ടി? ഇനി നിങ്ങൾക്ക് രാത്രി മാത്രം തന്ന് പകലില്ല, എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് പകൽ കൊണ്ട് തരുന്നവൻ ഇലാഹ് വേറെ ഉണ്ടോ? അള്ളാഹ് ചോദിക്കുകയാണ്. സൂര്യന്റെ ഉദയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ നൽകുന്നു, സൂര്യന്റെ അസ്തമയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നൽകുന്നു അല്ലേ. വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ, വല്ലൈലി, രാത്രിയെ കൊണ്ട് തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാഹ, രാത്രി മൂടുന്ന സമയം. രാത്രി മൂടുന്ന സമയം എന്ന് പറയുന്നത്, രാത്രി മൂടുമ്പോഴാണ് ഒരടിമയ്ക്ക് അവന് വിശ്രമിക്കാനുള്ള സമയം കിട്ടുന്നത് അല്ലെ. ഒരടിമ പകൽ സമയം മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പം ഒന്ന് മൂടി രാത്രി ലൈറ്റുകളെല്ലാം അണയുമ്പോഴാണ് അവനൊന്ന്. അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ, എത്ര വലിയ അനുഗ്രഹമാണ് അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പകൽ നമുക്ക് വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നൽകാതെ വെളിച്ചം മാത്രമായിരുന്നു നിൽക്കുമ്പോൾ നല്ലോണം ഒന്ന് വിശ്രമിക്കാൻ പറ്റുമോ? കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ലൈറ്റ് ഇട്ട ഡിസ്റ്റർബ് ചെയ്യുവാണ്. ഇതിനാണ് ഡിസ്റ്റർബ്, എൻ്റെ ഉറക്കത്തിന് ശല്യം ഉണ്ടാക്കുവാണ് അല്ലേ. മിർസാവൊക്കെ പിന്നെ ക്ഷീണം കാരണം പാവം ഉറക്കം വരുന്നു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഓക്കെ, വല്ലൈലി ഇദാ യഗ്ഷാ, പിന്നെന്താ? വസ്സമാഇ വമാ ബനാഹ, ആകാശത്തെ കൊണ്ട് തന്നെയാണ് സത്യം. വമാ ബനാഹ, അതിനെ നിർമ്മിച്ച ശക്തിയെ കൊണ്ട് തന്നെയാണ് സത്യം. സഹോദരങ്ങളെ, ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് നമ്മൾ ഈ പറഞ്ഞ താരാപഥങ്ങളെല്ലാം. ഏത് താരാപഥങ്ങള്? സൗരയൂഥത്തിന്റെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞു? 30,000 മില്യൺ സൗരയൂഥം. താരാപഥങ്ങളിൽപ്പെട്ട ഒരാള് മാത്രം, ഒരു അംഗം മാത്രമാണ് ആര്? എത്ര? 1 മില്യൺ എത്രയാണ്? 10 ലക്ഷം. 30,000 മില്യൺ. 30,000 മില്യൺ. അത് പഴയ കണ്ടുപിടുത്തമാണ്. ഇപ്പൊ വീണ്ടും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെയാണ്? ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. അതിനുശേഷം അല്ലാഹു പറയാണ് വസ്സമാഇ വമാ ബനാഹ, ആകാശത്തെ കൊണ്ട് തന്നെയാണ് സത്യം. വമാ ബനാഹ, അതിനെ നിർമ്മിച്ച ശക്തിയെ കൊണ്ട് സത്യം. സഹോദരങ്ങളെ, നമ്മളിപ്പം ഈ കാൽക്കുലേഷനൊക്കെ തെറ്റുകയാണ് ആകാശത്തിലേക്ക് പോകുമ്പം. കാരണം ഒന്നാം ആകാശം എവിടെയാണെന്നോ, എവിടെ തുടങ്ങുന്നെന്നോ, എവിടെ അവസാനിക്കുന്നെന്നോ ആരും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങള്, ആകെ മനുഷ്യൻ അവകാശപ്പെടുന്നത് എന്താണ്? ഞാൻ ചന്ദ്രനിൽ പോയി, ഓക്കെ, പിന്നെ പറഞ്ഞു ചൊവ്വയിൽ പോയി. ഇതൊക്കെ അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. എത്രയോ ദൂരങ്ങളിൽ കിടക്കുന്ന ഗ്രഹങ്ങൾ വേറെയുണ്ട്. ശനിയുണ്ട്, വ്യാഴമുണ്ട്, അവിടൊന്നും അടുത്തിട്ട് പോലും ഇല്ല. അതൊക്കെ ഈ ബാക്കി ഗ്രഹങ്ങളെ അപേക്ഷിച്ച് എത്രയോ വലിപ്പമുള്ള, ഇതൊക്കെ സൂര്യന് ചുറ്റുമുള്ളതാണ്. ഈ സൂര്യനാകുന്ന നക്ഷത്രത്തിന് ചുറ്റുമുള്ളതാണ്. ഗ്രഹങ്ങൾ മാത്രമാണ്. ഈ നക്ഷത്രം പോലെയുള്ള, ഞാൻ പറഞ്ഞില്ലയോ,
ഇതിനേക്കാൾ 25 മില്യൺ മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വേറെ കിടക്കുവാണ്. ഏറ്റവും വലിയ നക്ഷത്രം ഈ ഒരു നക്ഷത്രം. ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയൊരു വീട് വെക്കുമ്പോഴേ, ഇപ്പൊ കൊയ്ത്തി ഒരു വലിയൊരു വീടെന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് കൊച്ചു കൊച്ചു വീടുകൾ കാണത്തില്ലേ, കൊച്ചു കൊച്ചു വീടുകൾ. അത് സൂര്യന്റെ തൊട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയും. അതിന്റെ ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ. അതിന്റെ പോലും എവിടെയും മനുഷ്യൻ എത്തിയിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ആകാശം എന്താണ്? നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള അളമത്തിന്റെ ഖാലിക്കായ അള്ളാഹുവിനെ കുറിച്ചുള്ള അളമ നമ്മൾ നമ്മുടെ ദാവത്തിന്റെ പരിശ്രമങ്ങളിലും ദാവത്തിന്റെ യാത്രകളിലും നമ്മൾ ശരിക്ക് ആധികാരികമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് നമ്മൾ പറയണം, ഉമ്മത്തിനോട് പറയണം. അപ്പൊ എന്താണ് ഉമ്മത്തിന്റെ ഹൃദയത്തില് അള്ളാഹുവിനെ കുറിച്ചുള്ള ഖാലിക്കായ വിശാലമായ ആകാശഭൂമികളിലെ നമ്മളെപ്പോഴും ക്ലാസ് കേൾക്കുന്നതല്ലേ, ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചവൻ. നമ്മൾ സാധാരണ അർത്ഥം വെച്ചങ്ങ് പോവും അല്ലേ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ പടച്ചവൻ. എന്താണ് ആകാശങ്ങൾ? ആകാശങ്ങളുടെ താഴെയുള്ള താരാപഥങ്ങൾ ഇതെവിടെയാണ്? ഇതിന്റെ ഖാലിക്കായ പടച്ചവന്റെ അളമത്തിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ പറയുമോ അത്രത്തോളം. ഇന്ന് മനുഷ്യനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, മുഅ്മിനീങ്ങൾ പോലും ഭൂമിയിലുള്ള ചില ആളുകൾ ഈ ഭൂമിയുടെ മുകളിൽ, ഈ ചെറിയ കൊച്ചു ഭൂമിയുടെ മുകളിൽ ആളുകളെ കുറിച്ച് പറഞ്ഞും കേട്ടും ടെക്നോളജി പറഞ്ഞുകൊണ്ടും ഇവിടുത്തെ ഭരണാധികാരികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അമേരിക്കയാണ് മറ്റേതാണ് മറിച്ചേതാണ് അവരെന്തോ വലിയ സംഭവമാണ്. ഇതിൽ തന്നെ നമ്മുടെ മുസ്ലിമീങ്ങൾ പോലും സമയം കളയുകയാണ്, നമ്മുടെ വിശ്വാസികൾ പോലും സമയം കളയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഭൂമി 7 ഭൂഖണ്ഡങ്ങൾ ഇറങ്ങുന്ന ഈ ഭൂമിയുടെ മുമ്പിൽ നമ്മുടെ ഈ കുവൈത്തിന് എന്ത് സ്ഥാനമുണ്ട്? ആ കുവൈത്തിന്റെ ഒരു മൂലയിലാണ് നമ്മൾ ഇരിക്കുന്നത്. മനുഷ്യരായ നമ്മൾക്ക് ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഒരു മണ്ണിന്റെ സ്ഥാനമെങ്കിലും ഉണ്ടോ? പേരങ്ങ് വിട്ടുപോയല്ലോ നമ്മുടെ ബഷീർ സാഹിബരെ. അള്ളാഹുവിന്റെ വിശാലമായ ഈ പ്രപഞ്ചത്തില് ഈ ഭൂമിക്ക് പോലും ഒരു മണ്ണിന്റെ അത്ര പോലും സ്ഥാനമില്ല. പിന്നെ നമുക്ക് എന്ത് സ്ഥാനമുള്ളത്? ഇവിടെയാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കും. സമ്പത്തിന്റെ പേരിൽ അഹങ്കാരം, അധികാരത്തിന്റെ പേരിൽ അഹങ്കാരം. മഹത്തുക്കളായ ഉലമാക്കൾ സൂര്യനെ കുറിച്ച് അതിന്റെ റിസർച്ച് ചെയ്തിട്ട് അവരുടെ അതിന് പ്രത്യേകം മക്കാലകൾ ഇറക്കി, ഗ്രന്ഥങ്ങൾ ഇറക്കി. അതിൽപ്പെട്ടവർ പറയാണ് അശംസില്ല തത്തക്കബ്ബർ അബദൻ, അതിന് അഹങ്കാരമില്ല. ഇത്ര വലിയ സൃഷ്ടിയായിട്ട് പോലും അതിന് അഹങ്കാരമില്ല. നമ്മൾ സുഹൃത്ത് ഷംസ പഠിക്കുന്നത്, അതിന് അഹങ്കാരമില്ല. അള്ളാഹുവിന്റെ അനുസരണയിലാണത്, അത് സുജൂദിലാണ്. എത്രത്തോളം സൂറത്ത് നഹ്ലിലായത്തില്ലയോ, അലം തറ അന്നല്ലാഹ എന്താണ് യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. സുബ്ഹാനല്ലാഹ്. സൂര്യനെ കുറിച്ച് അല്ലാഹ് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്? ആ സൂര്യന്റെ ഉദിക്കുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അതിന് തണലുണ്ടെന്നാണ്. വലതു ഭാഗത്തും ഇടതു ഭാഗത്തും സുജ്ജതല്ല, അള്ളാഹുവിന് സുജൂദ് ചെയ്യുവാണെന്നാണ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിന്റെ തണല് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും വസ്തുക്കളുടെയും തണല് എങ്ങോട്ട്? മക്രേവല്ലേ, അപ്പം ഗർബിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു. മധ്യാഹ്ന സമയം കഴിഞ്ഞാലോ കിഴക്ക് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? ഈ തണലുകൾ, ഈ വസ്തുക്കളുടെ മുഴുവൻ തണലുകൾ സുജൂദ് ചെയ്യുകയാണ്. എന്തൊരു സംവിധാനം അല്ലാഹു! ഇത് ഖുർആനാണ്, സൂറത്തുൻ നഹ്ലാണ് ഞാൻ പറയുന്നത്. യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വഅനിശ് ശിമാൽ. സുജ്ജദൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ സുജൂദിലാണ്. അല്ലാഹ് വഹും ദാഖിറൂൻ, വിനയാന്യതരായിട്ട് അല്ലാഹുവിനെ കീഴ്പ്പെടുകയാണ്. അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ സഹോദരൻ. ഞാനിതൊരു ചില സാമ്പിളുകൾ മാത്രമാണ് നൽകിയത്. ചെറിയൊരു ഇത് നമ്മളിപ്പോ ഈ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒരു LKG ക്ലാസ് പോലും ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ല. നമ്മളൊരു തീരുമാനം എടുക്കും ഇൻഷാ അല്ലാഹ്. നല്ല രീതിയിൽ അള്ളാഹുവിന്റെ വിശാലമായ പ്രപഞ്ചത്തെ സംബന്ധിച്ച് സൃഷ്ടി വൈഭവത്തെ പഠിക്കുക, നമ്മൾ കേൾക്കും, കൂടുതലായിട്ട് നമ്മൾ കേൾക്കും. ഈ ക്ലാസ് കേൾക്കാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ റെക്കോർഡിംഗ് അയക്കാം. അപ്പോൾ എല്ലാവരും കേൾക്കാൻ പരപ്പരം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അതിന് സമാന് പിന്നെ പറയുന്നത് വസ്സമായി വമാ ബനാഹാ. അപ്പൊ ഈ സമാധാനം എത്ര ഉണ്ട്? 7 ആകാശങ്ങളാണ്. 7 ആകാശങ്ങളാണ്. അതിൽപ്പെട്ട ഈ 7 ആകാശങ്ങളെ സൃഷ്ടിച്ച പടച്ചവനെ കൊണ്ട് സത്യം. വൽ അർളി വമാ തഹാഹ, ഭൂമിയെ കൊണ്ട് സത്യം. വമാ തഹാഹ, ഭൂമിയെ പരത്തിയ പടച്ചവൻ.
കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിലാണ് മനുഷ്യരാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഇരിക്കുക. നമുക്കെല്ലാവർക്കും ഓതി വൃത്തിയാക്കിയിട്ട് പോകാം. സർവശക്തനായ പടച്ചവൻ നമ്മളുടെ ദർസിനെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശാലമായ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പഠിച്ചത്രയും ഭാഗത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് വശംസി വദുഹാഹ, സൂര്യനെ കൊണ്ട് തന്നെയാണ് സത്യം. വദുഹാഹ അതിൻ്റെ എന്താണ് പൂർവാന്ന സമയം, വെളിച്ചം പൂർവാന്ന സമയത്തെ കൊണ്ട് തന്നെയാണ് സത്യം. പിന്നെ ഖമരി ഇദാ തലാഹ, ചന്ദ്രനെ കൊണ്ടാണ് സത്യം. ഇദാ തലാഹ അത് പിന്തുടരുന്ന സമയം, പിന്തുടരുന്ന സമയം അല്ലേ? എന്തിനെ പിന്തുടരുന്നു? സൂര്യനെ പിന്തുടരുന്നു. പിന്നെ വന്നഹാരി ഇദാ ജല്ലാഹ, പകലിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ അത് പ്രകാശിപ്പിക്കുന്ന സമയം. പിന്നെ വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രിയെ കൊണ്ട് സത്യം. ഇദാ യഗ്ഷാഹ അത് മൂടുന്ന സമയം. ആ സമയം നമ്മൾ സൂറത്തുൽ ലൈൽ പഠിച്ചു കഴിഞ്ഞതാണ്. പകലിന്റെ ഇബാദത്തിനേക്കാൾ രാത്രിയുടെ ഇബാദത്തിന് ഭയങ്കര ശക്തിയാണ് അല്ലേ? കാരണം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്തുള്ള ഇബാദത്ത് അവൻ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. ഇഖ്ലാസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമാണ് അല്ലേ? രാത്രിയിലെ ഇബാദത്തുകൾക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ വല്ലൈലി ഇദാ യഗ്ഷാഹ, പിന്നെ സമാഇ വമാ ബനാഹ, ആകാശത്തെ കൊണ്ട് തന്നെയാണ് ആകാശത്തെ കൊണ്ട് തന്നെയാണ് സത്യം. വമാ ബനാഹ അതിനെ നിർമ്മിച്ച ശക്തിയെ കൊണ്ട് തന്നെയാണ് സത്യം. പിന്നെ വൽ അർദി വമാ തഹാഹ, ഭൂമിയെ കൊണ്ട് തന്നെയാണ് സത്യം. വമാ തഹാഹ അതിനെ പരത്തിയ ശക്തിയെ കൊണ്ട് തന്നെയാണ് സത്യം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിൽ ഇശായ്ക്ക് ശേഷവും കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.